പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റല്ലേ. ഇപ്പോൾ രാവിലെയൊക്കെ ശരിക്കും എഴുന്നേൽക്കാൻ നല്ല മടിയാണ്. പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ തോന്നും, പക്ഷേ പറ്റില്ലല്ലോ. ഇച്ചൂടെ ഉടനെ സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റു പാല് ചായ അതിനുള്ളതൊക്കെ പരിപാടി ആദ്യം തന്നെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ അപ്പത്തിന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ, വെള്ളയപ്പത്തിന്. പക്ഷേ അത് ശരിക്കും പൊങ്ങിയിട്ടൊന്നുമില്ല, തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഗ്രീൻ പീസ് ആയിരുന്നു വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ വെച്ചിട്ട് പിന്നെ അപ്പം ചൂടാമെന്ന് വെച്ചു കേട്ടോ. കാരണം പിള്ളേർക്കും കൂട്ടണമല്ലോ, അതുകൊണ്ട് കൂട്ടുമെന്നൊന്നും അറിയില്ല. എൻ്റെ ചാറൊക്കെ ശകലം കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അബദ്ധത്തിലാണ് കേട്ടോ, നന്നായിട്ട് വെന്തു ഉടഞ്ഞായിരുന്നു. അതുകൊണ്ട് അവർക്ക് അറിയില്ലായിരുന്നു. ചാറിൻ്റെ കൂടെ ഞാൻ കടലയും കൂടെയൊക്കെ അങ്ങ് മിക്സ് ചെയ്തൊക്കെ അങ്ങ് കൊടുത്തു. അങ്ങനെ ചായയും പാലും ഒക്കെ റെഡിയായി. അപ്പം ഞാൻ അതിനകത്ത് കിഴങ്ങും ക്യാരറ്റും 2-3 പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം അരിഞ്ഞ് ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചെടുക്കുക. അത് സാധാരണ ഞാൻ വെക്കുമ്പോൾ മല്ലിപ്പൊടി മാത്രം കുറച്ച് യൂസ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് വെക്കുന്നത്. അത് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് ഇഡലി വേണം, അപ്പോൾ കുറച്ച് ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇനി നമുക്ക് കറിക്കുള്ള തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കുവാണേ. തേങ്ങ ചിരണ്ടിയിട്ടില്ലേ, അതിനകത്തേക്ക് കുറച്ച് പെരുംജീരകവും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ തുറന്നിട്ടുണ്ട്, അത് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചേർക്കാനുള്ള ചീനിച്ചട്ടിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചീനിച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരി കഴുകി അങ്ങ് ഇട്ടേക്കാമെന്ന് വെച്ചു. ചീനച്ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പം എണ്ണ ഒഴിച്ചു, കുറച്ച് കടുകൊക്കെ ഇട്ടു. അത് പൊട്ടി തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ഈ വെന്തിരിക്കുന്നതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് അതിനകത്തേക്ക് ഇട്ടിട്ടാട്ടോ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാല ഇത്രയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പെരുംജീരകവും കൂടെ അരച്ച ഇതുണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ കറി റെഡിയായി. ഇത്രയും ഇതിൻ്റെ കാര്യമൊന്നുമില്ല, ഞാനിങ്ങനെ ടേസ്റ്റ് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുളക് പൊടിയും മീറ്റ് മസാലയൊക്കെ ചേർത്ത് കേട്ടോ. അപ്പോൾ കറി നല്ല കുറുകി നല്ല റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുടെ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവരെ ഒരുക്കി സ്കൂളിലേക്ക് വിട്ടു. വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും ഞാൻ വെറുതെ നമ്മുടെ ഗാർഡൻ്റെ ഇതൊന്ന് എടുക്കുന്ന കേട്ടോ. മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമല്ലേ, ചെറിയൊരു മഞ്ഞൊക്കെ ആയിട്ട്. അപ്പം ശരിയാകുമല്ലെന്നാണ് വിചാരിച്ചത്, പക്ഷേ വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പൊങ്ങാത്തത് കൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഫ്ലോപ്പായി പോകുമെന്ന്. നമുക്ക് ചോറിന് പുളിശ്ശേരിയും തോരനും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഒരു ചമ്മന്തിയും കൂടെ അരച്ചേക്കാമെന്ന് വെച്ചു. ചെറിയൊരു ഉരുള ഒരു ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട്. അമ്മ ആ സമയത്ത് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അപ്പം ഞാൻ നമ്മുടെ പാതകമൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു. അത് സിങ്കും എല്ലാം ഒന്ന് കഴുകിയിടുക കേട്ടോ. അമ്മ പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ പോയി പെരയ്ക്കൊക്കെ അടിച്ചു വാരി. അങ്ങനെ ഞാൻ അടുക്കളയും വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്തു. നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങനെ തീർന്നു കേട്ടോ. ഒരു 10-10:30 ആയപ്പോൾ നമ്മുടെ ജോലിയൊക്കെ തീർന്നു. ഇനി വേറെ കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. അമ്മ ചാക്കിനകത്ത് കാച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചാക്കൊക്കെ മൂടിപ്പോയി കേട്ടോ. മണ്ണുകൊണ്ട് ചാക്കൊക്കെ മൂടിപ്പോയി, എവിടെയാണെന്ന് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അമ്മ പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ തണ്ടൊക്കെ നോക്കി, ചാക്ക് മൂടിയിരിക്കുന്നതുകൊണ്ട് ശരിക്കും അറിയാനും പറ്റുന്നില്ലായിരുന്നു. തണ്ടൊക്കെ നോക്കി ഒരു പിക്കാസ് വെച്ചിട്ട് ആ ചാക്കിൻ്റെ അടിഭാഗത്ത് വെച്ച് അതങ്ങ് പൊക്കിയെടുത്തു അമ്മ. എന്നിട്ടത് ചാക്കിനകത്തൊന്ന് വിടിയിപ്പിക്കുക കേട്ടോ. ഒരുപാട് വലുതല്ലെങ്കിലും തീരെ ചെറുതും അല്ലാത്ത പോലെ ഒരു കാച്ചിൽ കിട്ടി കേട്ടോ. വീട്ടിൽ നമുക്ക് കഴിക്കാനുള്ള ഒരു കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. വേറെ ഇതിനകത്തും ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ.
അങ്ങനെ 2 കാച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, നമ്മൾ വെച്ചിട്ട് ചെറുതാണേലും വലുതാണേലും അതിൽ നിന്ന് ഫലം കിട്ടുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അവസാനം കണ്ടുപിടിച്ചത് തൂവലൊരെണ്ണം ഉണ്ടായത് കൊണ്ട് വെള്ളം തുറന്നു വിടുന്നു.